ഹായ് ഹലോ വെൽക്കം ടു വൺസ്. എല്ലാവർക്കും വൺസിന്റെ ഗേറ്റ് 23 റിസൾട്ട് അനാലിസിസിലേക്ക് ഹാർദവമായ സ്വാഗതം. അതെ, നമ്മൾ ഗേറ്റ് 23 റിസൾട്ട്സിന്റെ ഒരു സെക്ഷൻ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ നമ്മുടെ റാങ്കിൽ 6000 റേഞ്ച് വരെ നിങ്ങൾ കണ്ടു. പക്ഷേ ഈ ഒരു സെഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ? അതെ, ഇവിടെ നമ്മൾ ടോപ്പേഴ്സിലേക്ക് വരികയാണ്. ടോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വൺസിന്റെ ഗേറ്റ് ടോപ്പർ, അതും പ്രീവിയസ് 22 റിസൾട്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടും മികച്ച റിസൾട്ട് ആണ് 23 എന്തെന്നാ പറയാ, നമ്മൾ അതിലേക്ക് എത്തുകയാണ്. നമ്മുടെ ആ ബെസ്റ്റ് റിസൾട്ട് ഏതാണ് എന്നറിയാൻ എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആണ്. നമുക്ക് അതിലേക്ക് എത്താം. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റാർട്ട് നോക്കാം. സോ സ്റ്റാർട്ടിങ് നമ്മൾ നിർത്തിയത് 6000 റേഞ്ചിലായിരുന്നു. അപ്പോൾ അവിടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ സിംസൺ തോമസ്, അതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്നത് ഈ ഒരു സെഷനിലെ ഫസ്റ്റ് ക്വാളിഫയർ. സിംസൺ 100ൽ സ്കോർ ചെയ്തേക്കുന്ന അറൌണ്ട് 34.36 ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ 5952 ആണ്. സോ ഗേറ്റ് സ്കോർ വന്നേക്കുന്ന 442 ആണ്. അപ്പൊ സിംസൺ നമ്മുടെ കുസാറ്റി എന്നുള്ള സ്റ്റുഡന്റ് ആണ്. പ്രീവിയസ്ലി കഴിഞ്ഞ ഇയറിലും സിംസൺ ഗേറ്റ് ക്വാളിഫൈഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ റാങ്ക് 15,000 റേഞ്ചിലായിരുന്നു. ഇപ്പൊ നോക്കാൻ നേരത്തെ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആണ്. ആൻഡ് ഈ ഒരു റാങ്ക് വെച്ച് തന്നെ ഒരു ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ അല്ലേ, നല്ലൊരു കോളേജിൽ നല്ല റാങ്കിലാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഹയർ സ്റ്റഡീസ് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാൻ കിട്ടിയിരിക്കുന്ന നെക്സ്റ്റ് കാൻഡിഡേറ്റ് ശ്രീകുമാർ KR ആണ്. ശ്രീകുമാർ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഗേറ്റ് സ്കോർ വന്നിരിക്കുന്നത് 443 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് 5866 ആണ് കേട്ടോ. ഔട്ട് ഓഫ് 100 അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്ന മാർക്ക് 34.45 ആണ്. അപ്പൊ ശ്രീകുമാറിനും നല്ലൊരു കോളേജിൽ തന്നെ ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ പറ്റും. എഗൈൻ കുസാറ്റ് സ്റ്റുഡന്റ് ആണ്. കുസാറ്റിൽ നമുക്ക് ഒരുപാട് ക്വാളിഫയേഴ്സ് ഉള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ക്വാളിഫയർ നോക്കാം. അടുത്തത് വരുന്നത് നമ്മുടെ ഹരിഗോവിന്ദ് എച്ച് പണിക്കർ ആണ്. ഹരിഗോവിന്ദ് എന്ന് പറഞ്ഞാൽ ഈസി സ്റ്റുഡന്റ് ആണ്. CET ആണ് കോളേജ്. ഹരി പക്ഷേ സെക്കൻഡറി പേപ്പറിനാണ് ക്വാളിഫൈ ആയിരിക്കുന്നത്. ഫിസിക്സിലാണ് എന്ത് നല്ലൊരു റാങ്ക്, അറൌണ്ട് 2000 റാങ്ക് വന്നിട്ടുണ്ട്. 2095 റാങ്ക് എന്താ കിട്ടി, നല്ലൊരു റാങ്ക്, നല്ല റാങ്ക് തന്നെയാണ്. ഗേറ്റ് സ്കോർ അറൌണ്ട് 380 ആണ്. മാർക്ക് വാങ്ങിച്ചങ്ങനെ അറൌണ്ട് 33 ആണ്. ഓക്കെ, അപ്പൊ ഹരിഗോവിന്ദിന് ഹയർ സ്റ്റഡീസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫീൽഡിൽ തന്നെ. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. NITസിലൊക്കെ നല്ലൊരു അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കോപ്പിൽ തന്നെയുള്ള ഹയർ സ്റ്റഡീസ് പറ്റുന്ന കേസാണ്. അതെ, ഇദ്ദേഹത്തിന് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇനിയുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതെ, നമുക്ക് അടുത്ത ക്വാളിഫയറിലേക്ക് നോക്കാം. അടുത്ത നമ്മുടെ ക്വാളിഫയർ റിദിൻ S ജേക്കബ് ആണ്. ഇലക്ട്രിക്കൽ സ്റ്റുഡന്റ് ആണ്. CET ആണ്. ആൻഡ് ഏറ്റവും വലിയ ഹൈലൈറ്റ് S6 ആണ്. 3rd ഇയർ ആയിട്ടേ ഉള്ളൂ. ആൻഡ് റിദിന്റെ റാങ്ക് മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ 5682 ആണ്. 100ൽ 22.33 മാർക്കാണ്. ഗേറ്റ് സ്കോർ 304 ആണ്. അപ്പോൾ 5000 റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു റേഞ്ചിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. S6 സ്റ്റുഡന്റ് ആണെന്നുള്ളത് നമ്മൾ എടുത്തു പറയാണ്. കാരണം 3rd ഇയറിൽ തന്നെ ഗേറ്റ് എഴുതി ക്വാളിഫൈ ആയിട്ടുണ്ട്. അതും 5000 റേഞ്ചിലേക്ക്. അതെ, നല്ല റാങ്കോട് കൂടി. ഈ ഒരു റാങ്കിൽ തന്നെ നല്ല കോളേജിൽ കിട്ടും. പക്ഷേ 24 എക്സാം ട്രൈ ചെയ്യാനുള്ള ഒരു ടൈം സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ 24 എക്സാമിൽ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം, നല്ലൊരു റാങ്ക് ഇനി അച്ചീവ് ചെയ്യാം. അപ്പോൾ കൺഗ്രാറ്റ്സ് റിദിൻ. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ എപ്പോഴും 3rd ഇയേഴ്സിനോട് പറയുന്നത്, നിങ്ങൾ 3rd ഇയറിൽ തന്നെ ഗേറ്റ് കോച്ചിങ് എടുത്ത് ജോയിൻ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ ഇതാണ്. നിങ്ങൾക്ക് 2 വർഷം കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് അതുൽ ബാബു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രാഞ്ച് പേപ്പറാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 5550 ആണ്. നോക്കിയാൽ അറിയാം. ഗേറ്റ് സ്കോർ വന്നിരിക്കുന്നത് 380 ആണ്. ഔട്ട് ഓഫ് 100 സ്കോർ ചെയ്തിട്ടുള്ള മാർക്ക് 32.33 ആണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു റാങ്ക് അതുൽ ബാബുവും കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുൽ ബാബുവിനും കൺഗ്രാറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വാളിഫയറിലേക്ക് പോകാം. അടുത്ത GC തൃശ്ശൂരിൽ നിന്നാണ് നമ്മുടെ അഭിഷേക് കസ്തൂരിയാണ്. അതും മെക്കാനിക്കലാണ്. പ്രത്യേകം നോക്കുക, മെക്കാനിക്കൽ സ്റ്റുഡന്റ് ആണ്. തൃശ്ശൂർ സ്റ്റുഡന്റ് ആണ്. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുമ്പോൾ 5478 ആണ്. 100ൽ 34.67 മാർക്കാണ്. ഗേറ്റ് സ്കോർ 421 ആണ്. അപ്പോൾ നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഹയർ സ്റ്റഡീസ് ആണ് നോക്കണം. പക്ഷെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡന്റ് തന്നെയാണ് അഭിഷേക് കസ്തൂരി. എൻ്റെ ഒരു പേഴ്സണൽ, ഞാൻ പഠിപ്പിച്ച സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു ക്യാച്ചിങ് ഉള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നല്ലൊരു മാർക്ക് എന്താ അച്ചീവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. കൺഗ്രാറ്റ്സ് അഭിഷേക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ആസിഫ് കെ TKM സ്റ്റുഡന്റ് ആണ് കേട്ടോ. TKMൽ നിന്നുള്ള സ്റ്റുഡന്റ് ആണ് ആസിഫ് കെ. അദ്ദേഹം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് എക്സാം എഴുതിയിരിക്കുന്നത്. ടോട്ടൽ ഗേറ്റ് സ്കോർ 310 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത് 5476. ഓക്കെ, നല്ല റാങ്കാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ. ആൻഡ് മാർക്സ് സ്കോർ ചെയ്തിട്ടുള്ളത് 22.67. നമ്മൾ അടുത്തത് പിന്നെ നോക്കുന്ന TKM ആണ്. TKM ഒരു ചാകര പോലെ അടുപ്പിച്ച് TKM ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മുടെ മയൂക ഷാജി ആണ്. മയൂക എഴുതിയേക്കുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലാണ്.
ആൻഡ് മാർക്ക് നോക്കുമ്പോൾ 123 മാർക്ക് ആണെങ്കിലും ഗേറ്റ് സ്കോർ 316 ഉണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ 5263, 5263 വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റാങ്കാണ്. ഇലക്ട്രിക്കലിന് ഇപ്രാവശ്യം പൊതുവെ കട്ട് ഓഫ് കുറച്ചുകൂടി കുറവായിരുന്നു. അറൗണ്ട് ഒരു 60 റേഞ്ച് ആയിരുന്നു 100-ൽ കട്ട് ഓഫ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു റാങ്ക് ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കൺഗ്രാറ്റ്സ് നയൂക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് TR നകുൽ എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹം NSS കോളേജിലെ സ്റ്റുഡൻ്റ് ആണ് ആൻഡ് എസിക്സ് സ്റ്റുഡൻ്റ് ആണ്. എസിക്സ് EC സ്റ്റുഡൻ്റ് ആണ്. തേർഡ് ഇയറിൽ തന്നെ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 4757. ഗേറ്റ് സ്കോർ 405 ഉണ്ട്. ആൻഡ് സ്കോർ ചെയ്ത മാർക്ക് EC ഡിപ്പാർട്ട്മെന്റിൽ 34.33 ഔട്ട് ഓഫ് 100 ആണ്. ഓക്കെ, അപ്പൊ നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ കൺഗ്രാറ്റ്സ് നകുൽ. ആൻഡ് വൺസ് അഗൈൻ ട്രൈ ചെയ്യാനുള്ള ടൈം നമുക്കുണ്ട്. നല്ലൊരു റാങ്ക് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നമ്മുടെ ഒരു മെയിൻ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് എന്ന് പറയാം, അനീറ്റോ ആൻഡോ. പ്രീവിയസ്ലി കുസാറ്റി എന്നുള്ള സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ക്രാക്ക് ചെയ്താണ്. ഇപ്രാവശ്യം 2 പേപ്പർ എഴുതി 2 ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നകുലിന്റെ 2 കേസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രോണിക്സിന്റെ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ 100-ൽ അറൌണ്ട് 34.67 മാർക്കാണ് വാങ്ങിച്ചേക്കുന്നത്. ഗേറ്റ് സ്കോർ 409 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് 4618. നമ്മൾ 4000 റേഞ്ചിലേക്ക് വന്നേക്കാണ്. 5000 അത് നമ്മൾ അനീറ്റയുടെ പ്രൈമറി പേപ്പർ ആണ്. ഇത് സെക്കൻഡറി പേപ്പർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അവിടെ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ള 41 മാർക്സ് ആണ് ഔട്ട് ഓഫ് 100. ആൻഡ് ഗേറ്റ് സ്കോർ 446 ഉണ്ട്. ഇതിന് ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത് 4747. അതെ, 2 പേപ്പറിലും നല്ല റാങ്ക്. അതെ, ആ 4000 റേഞ്ച് തന്നെ. അപ്പോൾ ഈ ഒരു സെക്കൻഡറി പേപ്പർ നമ്മളെ സ്റ്റുഡൻസ് കണ്ടുപിടിക്കേണ്ട ഒരു സെക്കൻഡറി പേപ്പർ എഴുതി പ്രിപ്പയർ ചെയ്യണം നല്ലൊരു കാര്യമാണ്. അതെ, അപ്പോൾ ഇപ്പൊ ഈ അനീറ്റോനെ സംബന്ധിച്ച് നോക്കിയാൽ 2 പേപ്പറിലും നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് 2-ലും കിട്ടിയില്ലെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ നമുക്കൊരു അച്ചീവ്മെന്റ് ആണ്. അതും സെക്കൻഡറി പേപ്പറിൽ ഒന്നുകൂടി നല്ല റാങ്ക് നമ്മുടെ സ്റ്റുഡൻസ് അച്ചീവ് ചെയ്യുന്നുണ്ട് കമ്പയർഡ് ടു എനിക്ക് തോന്നുന്നു നമ്പർ ഓഫ് സ്റ്റുഡൻസ് കോമ്പറ്റീഷൻ ലെവൽ കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ട്. പക്ഷേ സിലബസ് വൈസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിന് കുറെ പരിപാടികളുണ്ട്. ഓഫ് കോഴ്സ് വേണം. ഇല്ലെങ്കിൽ സെക്കൻഡറി പേപ്പർ എഴുതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റാങ്ക് ആവില്ല. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റ്സ് അനീറ്റോ. നെക്സ്റ്റ് ആനന്ദ് ബി നായർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് പേപ്പർ എഴുതിയിരുന്നത്. ദെൻ ഗേറ്റ് സ്കോർ അദ്ദേഹത്തിന് 413 സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് 4500 ആൻഡ് മാർക്സ് ഔട്ട് ഓഫ് 100 35. നല്ലൊരു റാങ്ക് തന്നെയാണ് ആനന്ദിന് കിട്ടിയേക്കുന്നത്. ഹയർ സ്റ്റഡീസ് ആണ് കൂടുതലും ഈ ഒരു റാങ്ക് റേഞ്ച്. നമ്മളത് എടുത്തെടുത്ത് പറയാത്ത കോമൺലി ആ ഒരു റാങ്ക് റേഞ്ച് 5000 4000 മോഡൽ എഞ്ചിനീയറിംഗിലെ സ്റ്റുഡന്റ് ആണ്. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ആണ്. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് എഫേർട്ട് ഇട്ട് 24-ന് പ്രിപ്പയർ ചെയ്താൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ആ PSC ജോബ് അതിന് വേണ്ടി എന്താ കിട്ടാം. ഹയർ സ്റ്റഡീസ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. PSUസിലേക്ക് ആണെങ്കിൽ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ കൺഗ്രാറ്റ്സ് ആനന്ദ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷഫാദ് മൊയ്തീൻ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ അദ്ദേഹത്തിന് 38.23 മാർക്സ് ഔട്ട് ഓഫ് 100 സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഗേറ്റ് സ്കോർ കിട്ടിയിരിക്കുന്നത് 488 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത് 4261. ഓക്കെ, 4000 തന്നെ നല്ല റാങ്കിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനും ഹയർ സ്റ്റഡീസ് സിവിൽ എഞ്ചിനീയറിംഗിലെ സ്റ്റുഡൻ്റ് ആണ്. ഹയർ സ്റ്റഡീസിന് ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് അവൈലബിൾ ആണ്. ലാസ്റ്റ് ടൈം ഓൾസോ അല്ലേ ഷഫാദ് യെസ്, ലാസ്റ്റ് ടൈമിൽ ഷഫാദ് ക്വാളിഫൈഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റ്സ് ഷഫാദ്. എനിക്ക് അപ്പോൾ നമുക്കിനി അടുത്ത നോക്കാം. അടുത്ത നമ്മുടെ സ്റ്റുഡൻ്റ് ആണ് GEC തൃശ്ശൂരിൽ നിന്ന്. ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻ്റ് ആണ്. ഗോപി കൃഷ്ണനാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം 4668 4068. അത് EC പേപ്പർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 100-ൽ 36.33 മാർക്കാണ്. ഗേറ്റ് സ്കോർ 430 ആണ്. 4068 ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് ഗോപി കൃഷ്ണൻ. കൺഗ്രാറ്റ്സ്. ഹയർ സ്റ്റഡീസ് ആണ് ഈ ഒരു റാങ്ക് റേഞ്ചിൽ ഓപ്ഷൻ എങ്കിലും ജസ്റ്റ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയമുണ്ട്. SAT-ൽ വെച്ചാണല്ലോ ഇത് എഴുതി ഈ റാങ്ക് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ GEC തൃശ്ശൂർ സ്റ്റുഡൻ്റ് ആയിരുന്നു. കൺഗ്രാറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് റോസ്മേരി ടി എ സിവിൽ എഞ്ചിനീയറിംഗ് പേപ്പറാണ് എഴുതിയത്. സിവിൽ എഞ്ചിനീയറിംഗ് പേപ്പറിൽ ഗേറ്റ് സ്കോർ ലഭിച്ചിരിക്കുന്നത് 518 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത് 3446. ഓക്കെ, അപ്പോൾ 4000-ൽ 3000-ലേക്ക് കടന്നു. മാർക്സ് സ്കോർ ചെയ്തിരിക്കുന്നത് ഔട്ട് ഓഫ് 100 40.7 മീൻസ് നമ്മൾ കമ്പയർ ടു വേറെ ബ്രാഞ്ച് നോക്കാൻ നേരത്ത് 40.7 എന്ന് പറയുമ്പോൾ നല്ലൊരു മാർക്കാണ്. അല്ല, ശ്രദ്ധിക്കേണ്ട കാര്യം സിവിൽ എഞ്ചിനീയറിംഗിലെ ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് ജനറലിന് 26.6 ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 40.7 നല്ല മാർക്കാണ്. പക്ഷേ റോസ്മേരി പാസ് ഔട്ട് സ്റ്റുഡന്റ് ആണ്. ക്രൈസ്റ്റ് കോളേജിൽ നിന്നാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയേക്കുന്നത്. പാസ് ഔട്ട് സ്റ്റുഡന്റ് ആണ്. ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ് റോസ്മേരി. നല്ലൊരു എഫേർട്ട് തന്നെ ഈ ഒരു എക്സാമിന് പുട്ട് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്.
അടുത്ത നമ്മുടെ TKM പിന്നെയും TKM എന്നാണ് വരുന്നത്. നമ്മുടെ അഹമ്മദ് ആണ് സ്റ്റുഡൻറ്റ് വരുന്നത്. അഹമ്മദ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സ്റ്റുഡൻ്റ് ആണ്. 100-ൽ 44 മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഗേറ്റ് സ്കോർ 528 ആണ്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 2739. 3000 വിട്ടു നമ്മൾ 2000ലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ കൺഗ്രാറ്റ്സ്. ഇത് നല്ലൊരു മീൻസ് ഈ 2000 റേഞ്ച് എന്നൊക്കെ പറയുമ്പോഴേക്കും NIT കുറച്ചും കൂടി മുകളിലേക്ക് അല്ലേ IITs കിട്ടാനുള്ള ഒരു സാധ്യതകളുണ്ട്. കോർ പേപ്പർ കിട്ടണമെന്നില്ല, ബട്ട് സ്റ്റിൽ IITs കിട്ടാനുള്ള പഠിക്കാനുള്ള ഒരു ചാൻസ് അവൈലബിൾ ആയിരിക്കും. അതെ. സോ കൺഗ്രാറ്റ്സ് അഹമ്മദ് TKM എന്നാണ്. ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഹരിഗോവിന്ദ് H പണിക്കർ. അപ്പൊ ഹരിഗോവിന്ദ് ഈ പറഞ്ഞ 2 പേപ്പർ എഴുതിയ സ്റ്റുഡന്റ് ആണ് കേട്ടോ. CET എന്നുള്ള സ്റ്റുഡന്റ് ആണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഫസ്റ്റ് പേപ്പർ പ്രൈമറി പേപ്പർ ഈസിയാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് അദ്ദേഹം 32 മാർക്സ് ഔട്ട് ഓഫ് 100 സ്കോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് കാണാം 376 ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ റാങ്കർ ഈ പേപ്പറിൽ 5705 ആണ്. പ്രൈമറി പേപ്പറിൽ. അതെ. പക്ഷേ സെക്കൻഡറി പേപ്പർ നോക്കുമ്പോൾ ഒന്നുകൂടി നല്ലൊരു റാങ്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡറി ഹരിയുടെ ഫിസിക്സ് ആയിരുന്നു സെക്കൻഡറി സെലക്ട് ചെയ്തത്. ആൻഡ് അതിലെ സ്കോർ 380 ആണ്, മാർക്ക് 33 ആണ് ഔട്ട് ഓഫ് 100. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ 2095 നല്ലൊരു റാങ്ക് ആണ്. മറ്റേ പേപ്പറിനെ വെച്ച് നോക്കുമ്പോൾ നല്ല റാങ്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെയാണ്. നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരേ മാർക്ക് 100-ൽ വാങ്ങിച്ചെങ്കിലും 2 പേപ്പറും തമ്മിലുള്ള വ്യത്യാസം കോമ്പറ്റീഷൻ ലെവലിന്റെ ഡിഫറൻസ് ആണ് ആ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ കൺഗ്രാറ്റ്സ് ഹരിയെ. ആ ഒരു സെക്കൻഡറി പേപ്പറിന്റെ റാങ്ക് വെച്ച് തന്നെ നല്ലൊരു ഹയർ സ്റ്റഡീസിനൊക്കെ നല്ല പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റ്സ് ഹരി ഗോവിന്ദ്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന സ്റ്റുഡന്റ് ശരത് പാത്തൂർ ആണ്. ഓക്കെ, അദ്ദേഹം ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിലാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് 41.67 മാർക്സ് ഔട്ട് ഓഫ് 100 സ്കോർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഗേറ്റ് സ്കോർ എന്ന് പറയുന്നത് 447 ആണ്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത് 825 ആണ്. 1000-ലും താഴേക്ക് ചാടിയിരിക്കുകയാണ്. 3 ഡിജിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് സ്റ്റുഡന്റ് ആണ്. ഇൻസ്ട്രുമെന്റേഷൻ ആണ് പോയിന്റ് ഔട്ട് ചെയ്ത് പറയേണ്ട ബ്രാഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ 21 നോക്കാൻ നേരത്തെ 21 ക്വാളിഫയർ ആകുമ്പോൾ അജയ് മോഹൻ നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് നല്ലൊരു ടോപ്പർ അച്ചീവ് ചെയ്തത്. 2 ഡിജിറ്റ് റാങ്കിൽ വന്നിരുന്ന ആളാണ്. നമ്മുടെ ടോപ്പർ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഗുഡ്. ശരത് കുമാർ കമ്പയർ ചെയ്യുന്നിടത്ത് ശരത് നല്ലൊരു റാങ്ക് തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതെ, കൺഗ്രാറ്റ്സ്. IITs ഹയർ സ്റ്റഡീസ് നോക്കാം, PSU-ലും അപ്ലൈ ചെയ്യാം. ചാൻസസ് വിട്ടുകളയാൻ ഇൻസ്ട്രുമെന്റേഷൻ ബ്രാഞ്ചിലായതുകൊണ്ട് ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ക്വാളിഫയർ നോക്കാം. അടുത്ത നമ്മുടെ കുസാറ്റി എന്നാണ്, സിവിൽ ബ്രാഞ്ച് ആണ്. നമ്മുടെ സ്റ്റുഡന്റ് അൻസില. നമ്മുടെ അൻസില എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് ആണ്. പേപ്പർ എഴുതിയേക്കണ ES സെക്കൻഡറി പേപ്പറാണ്, എൻവയോൺമെൻറ്റൽ സയൻസ് ആണ്. എന്നാലും നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് നോക്കുമ്പോൾ എന്താ 793, 100-ൽ 29 ആയിട്ടുണ്ടല്ലോ. നല്ലൊരു റാങ്ക് ആണ്. 100-ൽ 29.33 മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഗേറ്റ് സ്കോർ 377 ആണ്. ബട്ട് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ 793 ആണ്. നല്ല റാങ്ക് ആണ്. ഹയർ സ്റ്റഡീസ് ആയാലും ജോബിനായാലും യൂസ് ചെയ്യാൻ പറ്റിയ റാങ്ക് തന്നെയാണ്. അപ്പൊ കൺഗ്രാറ്റ്സ് അൻസില. സ്റ്റുഡന്റ് ആണ്. കുസാറ്റ് നമ്മുടെ ലീഡ് ചെയ്യണത് ഇപ്പോഴും. അതെ, നമുക്ക് കൂടുതൽ ക്വാളിഫയേഴ്സ് കിട്ടിയിരിക്കുന്നത് ഇത്തവണ കുസാറ്റിലാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മുഹമ്മദ് ഫർഹാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. ഔട്ട് ഓഫ് 100 39 മാർക്സ് ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് അദ്ദേഹത്തിന്റെ ഓൾ ഇന്ത്യ റാങ്ക് 704 ആണ്, 704. നിങ്ങൾക്ക് കാണാം. ഗേറ്റ് സ്കോർ 589 ആണ് ഫർഹാൻ സ്കോർ ചെയ്തിട്ടുള്ളത്. IIT കാൺപൂർ സ്റ്റുഡന്റ് ആണ്. നമ്മളെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാടാവട്ടെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പോൾ S6-ൽ വെച്ച് തന്നെ അദ്ദേഹം നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓൾറെഡി ഈ ഫർഹാൻ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് ഇതിലും നല്ല റാങ്ക് അച്ചീവ് ഉറപ്പായിട്ട് വാങ്ങുമെന്ന് കോണ്ടാക്ട് ചെയ്ത സമയത്തല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റിസൾട്ട് നോക്കാം. നമ്മുടെ CET എന്നുള്ള സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ സ്റ്റുഡൻറ്റ് അക്ഷയ് KB ആണ്. അതും S6 ആണ്. മെയിൻ പോയിന്റ് നോക്കുക, നിങ്ങൾ ഇതൊക്കെ S6 സ്റ്റുഡൻസ് ആണ്. 3rd ഇയറിൽ തന്നെയാണ് ക്രാക്ക് ചെയ്തേക്കുന്നത്. 3rd ഇയറിൽ തന്നെ 3 ഡിജിറ്റ് റാങ്ക് 511. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ 511 ആണ് വരുന്നത്. മാർക്ക് 100-ൽ 55.33 ആണ്. ഗേറ്റ് സ്കോർ 667 ആണ് വരുന്നത്. ഈസി ഇലക്ട്രോണിക്സ് പേപ്പറിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റ്സ് അക്ഷയ്. ഒരു നല്ല സ്കോറാണ്, അതും ഈസി പേപ്പറിൽ. ആൻഡ് 3rd ഇയർ ആയിട്ടുള്ളൂ. ഇനിയും ചാൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ അടുത്ത വർഷം എഴുതുക ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഊർമിള ദിലീപ് ആണ്. ഊർമിള ദിലീപ് എഴുതിയിരിക്കുന്ന പേപ്പർ ജിയോമാറ്റിക്സ് എഞ്ചിനീയറിംഗിലാണ്. ജിയോമാറ്റിക്സിൽ സെക്കൻഡറി പേപ്പറാണ് ജിയോമാറ്റിക്സ്. 2 പേപ്പറിലും ക്വാളിഫൈ ചെയ്ത സ്റ്റുഡന്റ് ആണ് നമ്മുടെ ഊർമിള. 2 പേപ്പറിലും നമ്മുടെ TKM എന്നുള്ള സ്റ്റുഡന്റ് ആണ്, സിവിൽ സ്റ്റുഡന്റ് ആണ്. സെക്കൻഡറി പേപ്പറാണ് ജിയോമാറ്റിക്സിൽ എന്താണെങ്കിലും ഊർമിളയ്ക്ക് ഔട്ട് ഓഫ് 100 26.67 ആണ് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഗേറ്റ് സ്കോർ വരുന്നത്
ആണ് 311 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത് 500 താഴേക്ക് പോയേക്കാണ് 452. 500-ൽ താഴെ വരുന്ന നല്ലൊരു റാങ്ക് ആണ് ഊർമിള. കൺഗ്രാറ്റ്സ്. അതിന്റെ ഒപ്പം തന്നെ ഊർമിളയുടെ മീൻസ് പ്രൈമറി പേപ്പറും ഊർമിള സിവിലിന്റെ പേപ്പറും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സിവിൽ നമ്മൾ നോക്കാൻ നേരത്തെ ഓൾ ഇന്ത്യ റാങ്ക് 12,397 ആണ് വരുന്നത്. മാർക്ക് 25.67 ആണ്, സ്കോർ 339 ആണ്. ബട്ട് സ്റ്റിൽ ആ ഒരു സെക്കൻഡറി പേപ്പറിൽ നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്കോർ കാർഡ് തന്നെ യൂസ് ചെയ്യാം ഹയർ സ്റ്റഡീസിനും ജോലിക്കും. ആ സ്കോർ കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിചാരിക്കുന്ന സ്ഥലത്ത് തന്നെ ലഭിക്കും. അപ്പോ ഇനി നമ്മളെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് ടോപ്പറാണ്. നമ്മള് എത്രയാ 10,000-ങ്ങളിൽ നിന്ന് തുടങ്ങി 6,000 കഴിഞ്ഞു, 5,000 കഴിഞ്ഞു, 4,000 കഴിഞ്ഞു, 3 ഡിജിറ്റിലേക്ക് ഇവിടുന്ന് താന്ന് ടോപ്പറാണ്. അപ്പൊ 2 ഡിജിറ്റ് ആണോ സിംഗിൾ ഡിജിറ്റ് ആണോ ഒരുപാട് പേര് ആ ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്തിട്ട് പലരും ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി നമ്മുടെ ഓൾ ഇന്ത്യ ടോപ്പറിനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ടോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് വാസിലാണ്. മുഹമ്മദ് വാസിൽ എഴുതിയിരിക്കുന്ന പേപ്പർ നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. ആൻഡ് ഗേറ്റ് സ്കോർ 755 ആണ് വരുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 7 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് 7 ആണ് എന്ത് മുഹമ്മദ് വാസിൽ അച്ചീവ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഡിജിറ്റ് ആണ്. 7 എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റ് റാങ്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വാസിലിന്. അപ്പോൾ കൺഗ്രാറ്റ്സ് വാസിൽ. PSUs ആണ് വാസിൽ നോക്കുന്നത്. വാസിലിന്റെ പേഴ്സണൽ ഇന്റർവ്യൂസ് നമ്മൾ എടുത്താണ് നിങ്ങൾക്ക് ചാനലിൽ കാണാൻ പറ്റും. PSUസിന് വേണ്ടി തന്നെയാണ് വാസിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല റാങ്ക്സ് നിങ്ങൾക്കും അച്ചീവ് ചെയ്യാം. നമ്മുടെ വൺസിന്റെ ഒപ്പം പഠിക്കുകയാണെങ്കിൽ 3rd ഇയറിൽ തന്നെ നമ്മുടെ ഒപ്പം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് 3rd ഇയറിലും ക്രാക്ക് ചെയ്യാം, നിങ്ങളുടെ ഫൈനൽ ഇയറിലായാലും ക്രാക്ക് ചെയ്യാവുന്നതാണ്. സോ പ്രിപ്പറേഷൻ ഗേറ്റ് ക്രാക്ക് ചെയ്യാണ് നോക്കണമെങ്കിൽ നിങ്ങൾ വേറെ അക്കാഡമീസ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വൺസ് തന്നെയാണ് നിങ്ങളുടെ പെർഫെക്റ്റ്. നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടും അതുപോലെ പ്രാക്ടീസ് സെക്ഷൻസ് ആയിട്ടും മെറ്റീരിയൽസ്, ടെസ്റ്റ് സീരീസ്, ഹാർഡ് കോപ്പി സ്റ്റഡി മെറ്റീരിയൽസ്, മെന്റേഴ്സ് എന്ത് വേണ്ട എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരിക. നിങ്ങൾക്ക് ഒരു ഗേറ്റ് സ്കോർ പക്കയായിട്ട് ഉറപ്പാണ്. അതെ. അപ്പൊ ഇത്രയും പറഞ്ഞില്ലേ. ഇതിൽ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളൊരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അതിന്റെ വിന്നറിനെ കൂടി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് ടോപ്പറിനെ പ്രവചിക്കുക എന്ന് പറഞ്ഞ് നമ്മളൊരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും 2 ഡിജിറ്റ് ആയിട്ടും സിംഗിൾ ഡിജിറ്റ് ആയിട്ടും ഒക്കെ 3 ഡിജിറ്റും 4 ഡിജിറ്റും പറഞ്ഞവരും ഉണ്ട്. പക്ഷേ അതിൽ കാര്യമില്ല. നമ്മുടെ ടോപ്പർ നിങ്ങൾ കണ്ടല്ലോ സാറേ. നമുക്ക് വന്നിരിക്കുന്ന ഒരു ഇംപ്രൂവ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ 21, 22, 23 പറയുകയാണെങ്കിൽ ഓരോ വർഷം കഴിയുന്നവരും നമ്മുടെ ടോപ്പറിന്റെ റാങ്ക് കൂടി എന്ന് വെച്ചാൽ ഏറ്റവും ക്ലോസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കണം. അതെ, ക്വാളിഫയേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു, റാങ്കുകൾ കുറഞ്ഞു മീൻസ് നല്ലൊരു. കഴിഞ്ഞ വർഷം നമുക്ക് 2 ഡിജിറ്റിലായിരുന്നു, ഇത്തവണ സിംഗിൾ ഡിജിറ്റിലേക്ക് ആയിട്ടുണ്ട്. അതെ അതെ. ഇനി നമ്മൾ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻ തിങ് ഈ ഓൾ ഇന്ത്യ റാങ്ക് പ്രഡിക്റ്റ് ചെയ്തത് ആരാന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത് ഒരുപാട് പേര് പ്രഡിക്റ്റ് ചെയ്തെങ്കിലും അതിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ പ്രഡിക്റ്റ് ചെയ്ത കറക്റ്റ് ആയിട്ട് ഈ ഓൾ ഇന്ത്യ റാങ്ക് 7 എന്നുള്ള കറക്റ്റ് ഡിജിറ്റ് പറഞ്ഞ് വിൻ ചെയ്തിരിക്കുന്നത് രജിത എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ്, രജിത എം ആർ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നമ്മൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾ കൺവേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിസൾട്ട് വൺസിന്റെ റിസൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണും. ഇതിനകത്ത് ഒരു ഡേറ്റ പോലും നമ്മൾ ഫേക്ക് ആയിട്ട് ആഡ് ചെയ്യുന്നില്ല. എല്ലാം ഇപ്പൊ ഈ പറഞ്ഞ കോളേജും അവരുടെ റാങ്ക് ലിസ്റ്റ് അതേപടി ആ ഡീറ്റെയിൽസ് മുഴുവൻ എടുത്താൽ ചുമ്മാ ഫോട്ടോ കട്ട് ചെയ്ത് വെക്കണില്ല. നിങ്ങൾക്ക് നമ്മുടെ റിസൾട്ട്സ് എല്ലാം കാണാമായിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് മൊമെന്റ് കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് ഏത് കോളേജാന്നും ഏത് ബ്രാഞ്ചാന്നും എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ബാക്കി അക്കാഡമീസ് പോലെ നമ്മൾ ഫേക്ക് റിസൾട്ട്സ് കൊണ്ട് തന്നെയല്ല, നമ്മുടെ റിസൾട്ട്സ് എല്ലാം പക്കയാണ്, ഓക്കെയാണ്. അപ്പോൾ നിങ്ങളും ഒരു ഗേറ്റ് പോലത്തെ അല്ലേ, ഗേറ്റ് മാത്രമല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസും PSCs ആയാലും നിങ്ങൾ നോക്കണമെങ്കിൽ ഹയർ സ്റ്റഡീസിനുള്ള MTech ഓപ്ഷൻസ് IITസിലൊക്കെ നോക്കുന്ന ഒരു ധൈര്യമായി പോരും. യാതൊരു കുഴപ്പമുണ്ടായില്ല. നമുക്ക് എന്താണെങ്കിലും അത് അച്ചീവ് ചെയ്ത് തന്നെ ഇവിടുന്ന് പോകാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ജോയിൻ വൺസ് ആൻഡ് ഗ്രാബ് യുവർ ഡ്രീം ജോബ്. സോ ഇനി വേറൊരു സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ബൈ, താങ്ക് യു.